തെരഞ്ഞെടുക്കപ്പെട്ട അൻസിബ ചോദിച്ച ചോദ്യം, കുറ്റാരോപണ വിധേയർ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുകൂടാ, മന്ത്രിമാർ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നയാൾ കുറ്റാരോപിതനായതുകൊണ്ട് മത്സരിക്കാൻ പറ്റുമോ? ഇതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല പ്രിയപ്പെട്ട അൻസിബ. അൻസിബയ്ക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതാണ്. നമുക്ക് ആ താരത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. അൻസിബ ആ ആരോപണ വിധേയൻ എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഈ സംഘടനയിൽ അന്ന് ചിരിച്ച പല മനുഷ്യരും ഇന്ന് പല പീഡന കേസുകളിലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അന്നത്തെ വളരെ അശ്ലീലം നിറഞ്ഞ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അതിനെ വിശേഷിപ്പിക്കുക. കാര്യം അതിൽ ചിരികൾ, തമാശകൾ. നോക്കൂ, ഒരു സ്ത്രീ ഒരു സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളോട് അന്നത്തെ താരങ്ങൾ വന്ന് നടത്തിയ പ്രകടനമാണ് കണ്ടത്. അന്നിൽ വലിയ രീതിയിൽ വാഗ്വാദം നടത്തിയ പിന്നീട് ജനപ്രതിനിധിയായ ഒരു താരം ഒരു പീഡന കേസിൽ പ്രതിയായി. അതിൽ അന്ന് ഇരുന്ന് കൂടുതൽ ഡിഫെൻഡ് ചെയ്ത പിന്നീട് ജനറൽ സെക്രട്ടറിയായ മറ്റൊരു താരം മറ്റൊരു പീഡന കേസിൽ പ്രതിയായി ഒളിവിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി, ജാമ്യത്തിൽ ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇതൊക്കെ അൻസിബയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കുറ്റാരോപിതരെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. സാമ്പത്തിക തട്ടിപ്പ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടൽ, ഇതൊക്കെ പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളിലുള്ള ആളാണോ ഈ വനിതാ താരങ്ങൾ അധികമുള്ള ഒരു സംഘടനയിൽ തലപ്പത്ത് വരേണ്ടത്? അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്.